لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 നാം പ്രവേശിച്ച സന്ദർഭത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാത്ത, വളരെ ശ്രദ്ധയോടുകൂടി ഈ 10 ദിവസങ്ങളിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, മുസ്ലിം സമുദായത്തിൽ സ്വാഭാവികമായി നാം സക്കാത്ത് എന്ന കർമ്മം നാം നിർവഹിക്കുന്നത് റമദാനിലാണ് നാം നിർവഹിക്കാറുള്ളത്. റമദാനിൽ തന്നെ നിർവഹിക്കണമെന്നില്ല, എന്നാൽ റമദാനിലാണ് നമ്മുടെ സക്കാത്ത്. അത് അതിന്റെ കണക്കും കൃത്യതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാം നൽകുകയും ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്യാറുള്ളത്. സക്കാത്ത് എന്നത് നാം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പിന് മുൻപ് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ, ഇസ്ലാം കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒന്നാണ്. 5-ാമത്തേത് ഹജ്ജും, 4-ാമത്തേത് നോമ്പും, 3-ാമത്തേത് സക്കാത്താണ്, 2-ാമത്തേത് നമസ്കാരമാണ്, 1-ാമത്തേത് നമ്മുടെ ഷഹാദത്താണ്. അപ്പോൾ 3-ാമതായിക്കൊണ്ട് ഇസ്ലാം കാര്യങ്ങളിൽ പറഞ്ഞ, നമ്മളൊരു മുസ്ലിമായി അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായി ഫർളായി നാം നിർവഹിക്കുന്ന ഒരു ആരാധനയാണ് സക്കാത്ത് എന്നത്. വിശുദ്ധ ഖുർആനിലെ 32 സ്ഥലങ്ങളിൽ സക്കാത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 27 സ്ഥലങ്ങളിൽ നമസ്കാരത്തിന്റെ കൂടെയാണ് സക്കാത്ത് സൂചിപ്പിക്കുന്നത്. നമസ്കാരം കഴിഞ്ഞ ഉടനെ സക്കാത്തിനെ കുറിച്ച് ചേർത്ത് പറയുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സക്കാത്തിനെ കുറിച്ച് നാം ശ്രവിക്കുകയും നാം ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വൈകാരികത,
ഈ സക്കാത്ത് എന്നത് അതിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഗൗരവവും ഒക്കെ പറയുന്ന ആൾക്ക് ആ പണം കിട്ടാനല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ടുള്ള സംസാരവുമല്ല. സക്കാത്ത് എന്നത് നമ്മുടെ ഒരു നിർബന്ധ ബാധ്യതയാണ്. അത് ഞാനും നിങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഈ ലോകത്ത് വളരെ സന്തോഷകരമായ ഒരു അനുഗ്രഹീതമായ, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൽ ഒരു വളർച്ചയും വിശുദ്ധിയുമൊക്കെ ഈ ദുനിയാവിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഉള്ള സമ്പത്തിൽ ഒരു സമാധാനവും ഒരു സന്തോഷവും ഒരു ബറക്കത്തുമൊക്കെ ഉണ്ടാകണമെങ്കിൽ പരീക്ഷണങ്ങളില്ലാത്ത ഒരു സമ്പത്തായി മാറണമെങ്കിൽ സക്കാത്ത് നാം നൽകണം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ സക്കാത്ത് എന്നത് നിർബന്ധമായും ഫർളായും നാം കൊടുത്തു വീട്ടി അതിന്റെ കണക്കിനെ കുറിച്ച് ധാരണയുള്ള ആളുകളാകണമെന്നാണ്. നമുക്ക് സ്വന്തമായി വരുമാനമുള്ള ഒരു കാലം നമുക്ക് തന്നെ കണക്ക് കൂട്ടാൻ മരണത്തിനിടയിൽ വളരെ എളുപ്പമാണ്. സത്യത്തിൽ ഒരു 10, 25, 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് ഒരു മനുഷ്യൻ ഒരു സക്കാത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രാപ്തിയിലേക്ക് അധികം ആളുകളും വളർന്നു വരിക. പിന്നെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഒരു 65, 70, 75, 80 വയസ്സുവരെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. ഒരു 40 കൊല്ലം 45 പ്രാവശ്യമൊക്കെ ഇവിടെ കൂടിയാൽ നമുക്ക് കൊടുക്കേണ്ടി വരികയുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു പേജിൽ ഒരു ഭാഗത്ത് നമുക്ക് തന്നെ എഴുതാൻ പറ്റിയ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ കണക്ക് ഓരോ വർഷവും വളരെ കൃത്യമായി നാം കൊടുക്കേണ്ടതുണ്ട്. ഖുർആൻ പല സ്ഥലങ്ങളിലായി സമ്പത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് സൂറത്തുൽ ലൈലിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, ഏറ്റവും സത്യമായതിനെ, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ, ആ മനുഷ്യന് വളരെ സുഖകരമായ എളുപ്പമായ ഒരു മാർഗത്തിലേക്ക് നാം വഴി കാണിച്ചു കൊടുക്കും. എന്നാൽ അമ്മാമൻ ബഖില വസ്തഅന, ആരാണോ ലഭിച്ച സമ്പത്ത് പിശുക്കി വെക്കുന്നത്, എന്നിട്ട് ആ പിശുക്കിൽ എനിക്കാരുടെയും ആശ്രയം ആവശ്യമില്ല, ഞാനൊരു പരാശ്രയനാണ് എന്ന ഒരു കാഴ്ചപ്പാട് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നത്, ആ മനുഷ്യന് ഏറ്റവും പ്രയാസകരമായ ഒരു മാർഗം നാം ഏർപ്പെടുത്തി കൊടുക്കും. അവൻ മറിഞ്ഞു വീഴുന്ന സമയത്ത്, മരണപ്പെട്ടു പോകുന്ന സമയത്ത്, അവന്റെ ജീവിതത്തിലെ മാരകമായ പ്രയാസങ്ങൾ ഏത് ലോകത്താകട്ടെ അനുഭവിക്കുന്ന സമയത്ത് അവന്റെ സമ്പത്ത് അവൻ ഉപകാരപ്പെടുകയില്ല. അപ്പോൾ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് സമ്പത്തിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹു നൽകിയ ധനം, അതിലെ നിർബന്ധമായിട്ടുള്ള ദാനം സക്കാത്ത്, പാവപ്പെട്ടവന്റെ അവകാശം നാം നൽകിയാൽ നമുക്കൊരു സുഖകരമായ മാർഗം അള്ളാഹു കാണിച്ചു തരുമെന്നാണ്. സക്കാത്ത് എന്നാൽ വിശുദ്ധി, വളർച്ച എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ സമ്പത്തിന് ഒരു വളർച്ചയും ഒരു വിശുദ്ധിയും ആ സമ്പത്തിലൂടെ ഒരു സമാധാനവുമൊക്കെ ഈ ലോകത്ത് നമുക്ക് കൈവരിക്കാൻ കഴിയണമെങ്കിൽ ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ, സക്കാത്തിന്റെ കാര്യത്തിൽ നാം നല്ല ശ്രദ്ധയുള്ള ആളുകളാകണം. എന്നാൽ ലഭിച്ച സമ്പത്ത് പിശുക്കി വെക്കുന്ന ആളുകൾ, എന്നിട്ട് ഞാൻ പരാശ്രയമുക്തനാണ് എന്ന് വിചാരിക്കുന്നവർ, എന്റെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഞാനൊരു 5 ലക്ഷം രൂപ എപ്പോഴും എന്റെ അക്കൗണ്ടിൽ അതിങ്ങനെ സേവ് ആക്കി വെച്ചിരിക്കുകയാണ്, അതിങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ്. മനുഷ്യനല്ലേ, വല്ല ആവശ്യവും വന്നാലോ ആ സമയത്ത് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടതില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ അതൊക്കെ പാവപ്പെട്ടവന്റെ അവകാശം കൂടിക്കലർന്ന,
മിസ്കീനിന്റെ അവകാശം കൂടിക്കലർന്ന, സക്കാത്തിന്റെ അവകാശികളുടെ അവകാശം കൂടിക്കലർന്ന സമ്പത്താണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ പോലും ആ സമ്പത്ത് തികഞ്ഞുകൊള്ളണമെന്നില്ല. ഒരൊറ്റ ഇഞ്ചക്ഷൻ അടിക്കാൻ ആ സമ്പത്ത് തികഞ്ഞുകൊള്ളണമെന്നില്ല. അത് നമ്മുടെ വെറും ഒരു തോന്നലാണ്. എന്റെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഞാൻ കൂട്ടിവെച്ച, സംഭരിച്ചു വെച്ച സാധുവിന്റെ അവകാശം നൽകാത്ത ഈ സമ്പത്ത് എനിക്ക് ഉപകരിക്കുമെന്നത് നമ്മുടെ വെറും ഒരു തോന്നലാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരൊറ്റ ഇഞ്ചക്ഷൻ അടിക്കാനുള്ള പണം ഡോക്ടർ പറയുകയാണ്, ഇത്ര ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ നാളെ അടിച്ചാൽ ഇയാൾക്ക് രക്ഷപ്പെടാം. തികഞ്ഞു എന്ന് വരില്ല. നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഇതൊന്ന് നൽകണം കേട്ടോ എന്ന് നാം പറയുന്ന, നാം യാചിക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്കും ഉണ്ടായേക്കാം. ഒരു സഹോദരി ഈ ഓൺലൈനിലൂടെ, മാധ്യമങ്ങളിലൂടെ അങ്ങനെ പറയാണ്, 2 മക്കൾക്കാണ് വളരെ മാരകമായ രോഗം. ഒരു മകൾ വീട്ടിലാണ്, മറ്റൊരു മകളെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ്. 60 ലക്ഷം രൂപ ചിലവാണ്, നിങ്ങൾ സഹായിക്കണം എന്ന് പറയുകയാണ്. നമ്മുടെ സമ്പത്തൊന്നും ഇതിന് തികഞ്ഞുകൊള്ളണമെന്നില്ല. കരളിന് പ്രശ്നമാണ്, അതുകൊണ്ട് കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ മകനെ MBBS വേണ്ടി പഠിപ്പിക്കാൻ സൂക്ഷിച്ചു വെച്ച പണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കില്ലേ? 6 പ്രാവശ്യം ക്യാൻസർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഹോസ്പിറ്റലിൽ ബില്ലടക്കാനുള്ള പണം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തിൽ പാവപ്പെട്ടവന്റെ അവകാശം കൂടിക്കലർന്നിട്ടുണ്ടോ എങ്കിൽ പ്രയാസകരമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുമെന്നാണ്. അതാണ് അമ്മാമൻ ബഖില വസ്തഅന, പിശുക്കി വെക്കുന്നു, എന്നിട്ട് ഞാൻ പരാശ്രയമുക്തനാണ് എന്ന് വിചാരിക്കുന്നു, എനിക്കാരുടെയും ആശ്രയമില്ല, ആവശ്യമില്ല. വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ കളവാക്കുകയും ചെയ്താൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലേക്ക് അല്ലാഹു ആ മനുഷ്യന് വഴികാട്ടും. വമാ യുഅനി അൻഹു മാലുഹു ഇദാ തറദ്ദ, ആ മനുഷ്യൻ മറിഞ്ഞു വീഴുമ്പോൾ ആ സമ്പത്ത് ആ മനുഷ്യന് ഉപകാരപ്പെടുകയില്ല എന്നതാണ്. അപ്പൊ സക്കാത്തിന്റെ കാര്യം നാം ശ്രദ്ധിക്കണം. പാവപ്പെട്ടവന്റെ അവകാശം നമ്മുടെ പണത്തിൽ, നമ്മുടെ സ്വർണത്തിൽ, നമ്മുടെ നാണ്യവിളകളിൽ, നമ്മുടെ വരുമാനത്തിൽ, നമ്മുടെ ശമ്പളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. എല്ലാ ദിവസവും 2 മാലാഖമാർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നാമത്തെ മാലാഖ പ്രാർത്ഥിക്കുന്നത് ഫയഖൂലു അഹദഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, ഒരു മാലാഖ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഈ ധനം ചിലവഴിക്കുന്ന ആൾക്ക് നീ ഇനിയും കൂടുതൽ സമ്പത്ത് നൽകണമേ, അനുഗ്രഹം നൽകണമേ എന്നതാണ്. മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുന്നത് വയഖൂലുൽ ആഖർ വഅഅതി മുംസികൻ തലഫ, അല്ലാഹുവേ ഈ ധനം നൽകാതെ പിടിച്ചു വെക്കുന്ന ആൾക്ക് നീ നാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. ഇതൊരു കഥയല്ല, ഇത് വെറുതെ പറയുന്നതല്ല. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ വഹി അനുസരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാണ്. അതുകൊണ്ട് സക്കാത്തിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിലെ ഒരായത്ത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതിന്റെ തുടക്കം തന്നെ വളരെ രസകരമാണ്. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടിയിട്ട് അത് പിശുക്കി വെക്കുന്നവർ വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. വലാ യഹ്സബന്നല്ലാഹ വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന, പിശുക്കി വെക്കുന്നവർ ഒരിക്കലും വിചാരിക്കണ്ട എന്ത്, ഹുവ ഖൈറൻ ലഹും, ആ പിശുക്കി വെക്കുന്നത് വലിയ ഒരു കാര്യമാണ് എന്ന് വിചാരിക്കണ്ട. അതൊരു വലിയ കാര്യമാണ്. ഞാനിത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം, ഇത് ആർക്കും കൊടുക്കൂല, ഇതെവിടെയും ചെലവഴിക്കൂല. ബൽ ഹുവ ശർറുൻ ലഹും, അത് നിങ്ങൾക്ക് തിന്മയാണ്. സയുതബ്ബഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് സകാത്ത് നൽകാതെ സൂക്ഷിച്ചു വെച്ച ആ സമ്പത്ത് കഴുത്തിൽ അല്ലാഹു ആഭരണമാക്കി അണിയിപ്പിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നത്
വലില്ലാഹി മീറാത്തുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള അനന്തരം അള്ളാഹുവിനുള്ളതാണ്. അതിൽ നിന്ന് കുറച്ചങ്ങക്ക് നൽകിയത്. അള്ളാഹുവിന് നിങ്ങളുടെ പണമൊന്നും ആവശ്യമല്ല. പക്ഷെ അള്ളാഹു നിങ്ങളോട് നിയമം പറഞ്ഞു, ധനം ആരുടേതാ? അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അള്ളാഹുവിനാണ് ആകാശഭൂമികളുടെ അനന്തരാവകാശം, അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് നൽകണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ ഈ വിഷയത്തിൽ, നിങ്ങൾ ഏതൊരു വിഷയത്തിലാണെങ്കിലും, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിലാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമാണ് സക്കാത്ത് നൽകുക എന്നത്. വളരെ ലളിതമാണ്. സമ്പത്ത് നൽകുന്നവർ സക്കാത്തിനപ്പുറത്ത് നൽകുന്നവരാണ്. അതവർ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ കണക്കില്ല. അവരങ്ങനെ പറയാം, ഞാൻ അങ്ങനെ കൊടുക്കും. പറ്റൂല. നമ്മൾ ആരങ്ങനെ കൊടുക്കും എന്ന് പറയാൻ? നമ്മൾ കണക്ക് വെച്ച് കൊടുക്കണം. അതാണ് സക്കാത്ത്. നമ്മുടെ വരുമാനത്തെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. അതിന്റെ 2.5%, 5% എത്രയാണെന്ന് നമുക്കറിയണം. അതിന് നമ്മൾ ശ്രമിക്കണം. അതാണ് സക്കാത്ത്. കാരണം സക്കാത്ത് എന്നത് ഒരു ആരാധനയാണ്. നമ്മുടെ വരുമാനമാണോ അത് 595 ഗ്രാം വെള്ളി അല്ലെങ്കിൽ 590 ഗ്രാം വെള്ളി? നമ്മൾ ഈ 5 ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അതെല്ലാ വിഷയത്തിലും ചർച്ച ഉണ്ടാവും. നമ്മൾ നമ്മുടെ തടിമന്നത് ഒഴിവാക്കാൻ നോക്കുക. 1 ഗ്രാം വെള്ളിക്ക് ഏകദേശം 100 രൂപയാണ്. അപ്പൊ അത് വെച്ച് ഒരു 59,000 രൂപ, 60,000 രൂപ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ചിലവ് കഴിഞ്ഞ് ഒരു വർഷം അയാളുടെ അടുത്ത് സമ്പാദ്യമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം. അതാണ് അയാളുടെ നിസ്വാബ് എന്ന് പറഞ്ഞത്. അതാ നിസ്വാബ്. 590 ഗ്രാം അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളി ഏകദേശം ഒരു 59,000 രൂപ. അപ്പൊ നമ്മുടെ ഒരു വർഷത്തെ വരുമാനം നമ്മൾ എടുക്കുക. അതിൽ നിന്ന് നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വാടകയൊക്കെ ആണെങ്കിൽ പാർപ്പിടം, നമ്മുടെ അടിസ്ഥാന ചെലവ് നമ്മൾ കുറക്കുക. ആർക്കും ഒരു വർഷം കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, കടയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു അടിസ്ഥാന ചെലവ് ആദ്യം തന്നെ നമ്മൾ കൂട്ടണം. എന്നിട്ട് നമ്മുടെ വരുമാനവും കൂട്ടണം. എന്നിട്ടൊരു 60,000 രൂപ, 59,000 രൂപ നമ്മുടെ ആ കൂട്ടലിൽ ഇപ്പോൾ കയ്യിലുണ്ടോ എന്നുള്ളതല്ല, നമ്മുടെ കൂട്ടലിൽ ബാലൻസ് ഉണ്ടോ എങ്കിൽ ആ മനുഷ്യൻ സക്കാത്ത് കൊടുക്കണം. എത്ര കൊടുക്കണം? 1,00,000 രൂപയുണ്ടെങ്കിൽ 2,500 രൂപയാണ് സക്കാത്ത് ആകെ കൊടുക്കേണ്ടത്. 1,00,000-ന് 2,500 രൂപ. നമ്മളൊക്കെ കൊടുക്കുന്ന പോലാണല്ലോ. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ചില അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചില കേസുകളുണ്ട്. ഫക്കീറാണ്, മിസ്കീനാണ്, കടബാധ്യതനാണ്. ഇങ്ങനെയുള്ള 8 വിഭാഗം ആളുകളെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 8 വിഭാഗങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ അത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നിയ്യത്ത് വെക്കണം, ഇത് സക്കാത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സക്കാത്ത് എന്നത് നമ്മൾ ഈ മഹല്ലിലാണ്. അപ്പൊ നമ്മൾ അതൊരു മഹല്ലിലേക്ക് ശേഖരിക്കുന്നത് മൂന്നാമതൊരു കൈ അതിൽ ഇടപെടുകയാണ്. കാരണം നമ്മൾ നേരിട്ടല്ല കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കേണ്ടത് ചിലതുണ്ടാകാം. എന്നാലും ഒരു സംവിധാനം എന്ന നിലക്ക് വലിയ തോതിൽ നമ്മൾ അതിൽ സഹകാരികളാകണം. അവിടെ നമുക്കൊന്നുമില്ല, വേറൊരാളെ കൊടുക്കണേ. കാരണം അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. നമ്മൾ സക്കാത്തിന്റെ പണം നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്നവർക്ക് സക്കാത്തിന്റെ പണം കൊടുക്കുക. എന്നിട്ടോ അവനെ കൊണ്ട് കൂടുതൽ ജോലി എടുപ്പിക്കുക. കാരണം എന്താ? റമദാൻ മാസത്തിൽ കൂടുതൽ പൈസ തന്നില്ലേ? അത് അതിനുള്ളതല്ല. അത് സാധുക്കൾക്ക് അവകാശപ്പെട്ടതാ, അത് പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാ. നമ്മുടെ ചില ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ സഹായിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി, നമുക്ക് ആളുകൾക്കിടയിൽ ഒരു പ്രൗഢിയും പ്രാധാന്യവും ലഭിക്കുന്നതിനു വേണ്ടി അവിടെയും സക്കാത്തിന്റെ മുതൽ ചിലവഴിക്കുക എന്നത് ശരിയല്ല. അതൊക്കെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ആളുകൾ പറയും സക്കാത്ത് എന്ന് പറഞ്ഞ വലിയ സംശയമുള്ള ഒരു സംഗതിയാണ്. അത് ബനു ഇസ്രായേലിന്റെ ചില ചോദ്യങ്ങൾ ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ പറയുക? അവസാനം അവരങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഓലത് ഉദ്ദേശിച്ചിട്ടില്ല, അപ്പൊ അങ്ങനെ ചോദിക്കുകയാണ് ചോദ്യങ്ങൾ. ഇനി നമ്മുടെ കച്ചവടാണെന്ന് വിചാരിക്കുക. വളരെ സുഖമാണ് കച്ചവടാണെങ്കിൽ. ഒന്ന്, നമ്മുടെ സ്റ്റോക്ക് നിലവിൽ എത്രയുണ്ട് എന്ന് നോക്കാം, പ്ലസ് നമ്മുടെ ലാഭം എത്ര ഉണ്ട് എന്ന് നോക്കാം. നമ്മളവിടെ ഫർണിച്ചർ ഇതിനൊന്നും വേണ്ട. നമ്മൾ വിൽക്കാൻ വെച്ച സ്റ്റോക്ക് എത്ര ഉണ്ട്, ഒരു വർഷം എത്രയുണ്ട്, ഈ വർഷം ലഭിച്ച ലാഭം എത്രയാണ്,
എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ട ചില ബില്ലുകൾ ഉണ്ടാകും, അത് കുറക്കുക. കറണ്ട് ബില്ല് ഒരു പക്ഷേ അതിന്റെ ബില്ലുകളൊക്കെ ചിലതുണ്ടാവും, അതുകൊണ്ട് കുറക്കുക. ബാക്കി എത്ര ഉണ്ടോ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കുക. കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക് പ്ലസ് ലാഭം അത് കൂട്ടുക, നിർബന്ധമായി കൊടുക്കേണ്ട ചില ബില്ലുകൾ അത് കുറക്കുക, 2.5% സക്കാത്ത് കൊടുക്കുക. ഇത്ര പെട്ടെന്ന് കൂട്ടാൻ പറ്റിയ ഒന്നു പറയില്ല. പക്ഷെ നമ്മൾ അതിനിങ്ങനെ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാലോ നമ്മൾ കൊടുക്കൂല, മരിക്കോളം കൊടുക്കൂല. അയാൾ മരിച്ചാലേ ആ സംശയം തീരുള്ളൂ. ആ മനുഷ്യൻ മരിക്കണം എങ്കിലേ ആ ഒരു സംശയം സദസ്സിനോട് വരുള്ളൂ. അതെന്താ അയാൾ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. കൃഷിയാണോ എങ്കിൽ അതിന്റെ വിളവെടുപ്പ് സമയത്ത് നൽകണം എന്ന് പറഞ്ഞു. എത്ര ഏതാ നിസാബ്? 5 വസ്ക് തികയാതെ സക്കാത്തില്ലാനാ. അപ്പൊ ഏകദേശം 5 വസ്ക് എന്ന് പറഞ്ഞാൽ 6 കിൻഡൽ അരിയാണ്. അപ്പൊ നമ്മൾ നോക്കുക 6 കിൻഡൽ അരിക്ക് എത്ര വിലയാണ്? 50 രൂപ 1 കിലോ അരിക്ക് വിലയാണ്. അപ്പൊ 6 കിൻഡൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 രൂപ. അപ്പൊ നമ്മൾ തേങ്ങട്ടു, നമ്മൾ അടക്കട്ടു, നമ്മൾ റബ്ബർ വെട്ടി, നമ്മൾ ബാക്കിയുള്ള കാർഷികങ്ങൾ നോക്കി, അതൊരു വർഷത്തിന് നമ്മുടെ അടുത്തൊരു 30,000 രൂപക്ക് മുകളിൽ വരുന്ന ധാന്യങ്ങൾ കൃഷി വകുപ്പിൽ കിട്ടിയ പണമുണ്ടോ എങ്കിൽ അതിന്റെ 10%മോ 5%മോ നൽകണം. സ്വയം വളർന്നതാണെങ്കിൽ 10%. അത് സാധ്യത കുറവായിരിക്കും. വളട്ട് കൊടുക്കേണ്ടി വരും, വെള്ളം തേകി കൊടുക്കേണ്ടി വരും, വേറെ ജോലിക്കാരെ വിട്ട് പലതും ചെയ്തു കൊടുക്കേണ്ടി വരും. 10% കുറവായിരിക്കും നമ്മുടെ നാട്ടില്. അപ്പൊ 5% അതിന് സക്കാത്ത് നൽകണം. എന്താ 5%? അത് 5%ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ 5% നൽകണം. അപ്പോ പണമായി, കച്ചവടമായി, കൃഷിയായി. മറ്റൊന്ന് സ്വർണമാണ്. സ്വർണത്രേ? സ്വർണം 1.5 പവനിലധികം. ഒരാളുടെ കയ്യിൽ 1.5 പവൻ സ്വർണമുണ്ടോ? ഒരാളുടെ സംരക്ഷണത്തില് 3 പെൺകുട്ടികളാ. 3 പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ബാപ്പ ഓരോരുത്തർക്കും 4 വീതം പവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് ബാപ്പയുടെ അണ്ടറിലുള്ള സ്വർണമാണ്. അയാൾ സക്കാത്ത് കൊടുക്കണം. എന്നാൽ ഒരു പെൺകുട്ടിയെ ബാപ്പ കെട്ടിച്ചയച്ചു. ബാപ്പ കെട്ടിച്ചു വിട്ടപ്പോ കുറച്ച് സ്വർണം കൊടുത്തു. ആ സ്വർണം കൊടുത്തത് പിന്നെ ആ പെൺകുട്ടിയുടെ സ്വർണ്ണ. പക്ഷെ അവള് പറയാം എന്റെ സ്വർണ്ണല്ല. അപ്പൊ ഭർത്താവ് പറയാം ഇന്ത്യ സ്വർണ്ണല്ല. വാപ്പ പറയാം ഇന്ത്യ സ്വർണ്ണല്ല, ഞങ്ങൾക്ക് തന്നിക്കണം. ഇങ്ങനെ 3 ആളും കൂടി ഒഴിയാൻ പറ്റൂല. ഇത് ആർക്കാണോ നൽകിയത്, ആരുടെ ഉടമസ്ഥതയിലാണോ, അത് പെണ്ണിന്റെ ഉടമസ്ഥതയിലാണ്. പെണ്ണിന് കൊടുത്ത സ്വർണ്ണ. ആ പെണ്ണ് കണക്ക് കൂട്ടണം പണം, എന്നിട്ടോ അത് നൽകണം. 1 പവൻ സ്വർണത്തിന് 66,480 രൂപയാണ്. ഇൻഡു 10 6,98,040 രൂപ ഉണ്ടാവും 1.5 പവൻ എന്ന് പറഞ്ഞാൽ. അപ്പോ 6,98,000 7 ലക്ഷം റുപ്യ. 7 ലക്ഷം റുപ്യന്റെ 2.5% എത്രയാ? 1 ലക്ഷത്തിന്റെ 2,500 റുപ്യാണ്. കൂട്ടിയാൽ മതി. വളരെ സിമ്പിൾ ആണ്. അപ്പൊ വളരെ സുഖമാണ്. സക്കാത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ സുഖമാണ്. അതിന്റെ കണക്ക് വളരെ സുഖമാണ്. പക്ഷെ നമ്മളത് കൂട്ടി അത് ക്ലിയർ ആക്കി നമ്മളത് നൽകണം. റമദാൻ 1 തന്നെ പറ്റുമെങ്കിൽ നൽകണം. നമ്മൾ എന്നാണ് നൽകുന്നത്? ആ മാസം. നമ്മൾ നമ്മുടെ പള്ളിക്ക്, നമ്മുടെ സക്കാത്ത് സെല്ലിലേക്ക് എല്ലാ വർഷവും അയച്ചു കൊടുക്കുന്ന ആളുകളാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട വീതം നമ്മൾ അയച്ചു കൊടുക്കും. നമ്മൾ ഒന്നും നോക്കരുത്, കൊടുക്കാനുള്ളതാണ്. എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ പേ ഉണ്ടാവും, അതല്ലെങ്കിൽ പണം ഉണ്ടാവും. അത് ഒറ്റ കൊടുക്കല് ഇപ്പോഴത് കൊടുക്കലാവൂ. കാരണം നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ പണം കൊണ്ട് നമുക്ക് ബറക്കത്തുണ്ടാകണം. ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണക്ക് നിൽക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ പറഞ്ഞല്ലോ, സ്വർണത്തെ കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞു. സ്വർണത്തെ കുറിച്ചൊക്കെ അങ്ങനെ ഓരോ പ്രസംഗങ്ങൾ വരും. അണിയുന്നതിന് സക്കാത്തില്ല, അണിയാത്തതിന് സക്കാത്തില്ല. അതിങ്ങനെ ഷെയർ ചെയ്യാ, പിന്നെ ആളുകൾ അത് കൊടുക്കണ്ടല്ലോ, രക്ഷപ്പെടൂല. 1.5 പവൻ കയ്യിലുണ്ടോ, എവിടെ വെച്ചതാണെങ്കിലും, അണിയുന്നതാണെങ്കിലും അണിയാത്തതാണെങ്കിലും അതിന്റെ സക്കാത്ത് 2.5% കണക്ക് കൂട്ടി കൊടുക്കണം. ഖുർആൻ പറയാ, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കെൻസാക്കിക്കൊണ്ട് നിധിയാക്കി വെച്ച ആളുകൾ. ചില്ലറ കാര്യമാണ്. ഒരു 10-20 പവനൊക്കെ ഒരാളെ കയ്യിലുണ്ടാകുക പറഞ്ഞാൽ മുതലാളിയല്ലേ. 10-12 ലക്ഷം റുപ്യ കയ്യിലില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് വിനിയോഗിക്കാത്ത ആളുകൾ. എന്നിട്ടാണ് ഖുർആന്റെ പദം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു 20 പവൻ സ്വർണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്ന ഒരാൾക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലോ. 20 പവന്റെ വീട്ടിലുണ്ട്.
അള്ളാഹ് സന്തോഷം എടുത്തുവിടെ. ഫബശ്ശിറുഹും, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട്. സക്കാത്ത് കൊടുത്തില്ലേ, വേദനയേറിയ ശിക്ഷ കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും. നാളെ ഈ സ്വർണം ചൂടാക്കും. സ്ത്രീപ്പെട്ടിക്കൊക്കെ തിന്നാണ് അറബിയിൽ പദമുണ്ടായത്. ഫതുഖ്വാ, അല്ലാഹു ചൂടാക്കും. ജിബാഹുഹും വജുനൂബുഹും, അവരുടെ പാർശ്വവും നെറ്റിയുമൊക്കെ. എന്നിട്ട് അല്ലാഹു ചോദിക്കും, ഹാദാ മാ കനസ്തും ലി അൻഫുസികും, നീ നിനക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ച സമ്പാദ്യമാണിത്. ഫദൂഖു മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം നമ്മൾ സക്കാത്തായി കൊടുക്കേണ്ടത്. നമ്മുടെ വരുമാനം, നമ്മുടെ കച്ചവടം, നമ്മുടെ കാർഷിക വിളകൾ, നമ്മുടെ കയ്യിലുള്ള സ്വർണം, ഇത് നിസ്വാബെത്തി കഴിഞ്ഞാൽ ഇതിന് സക്കാത്ത് നൽകുക എന്നത് നിർബന്ധമാണ്, ഫർളാണ്. കണക്കുകൂട്ടി വരുമാനം കൃത്യമാക്കി നമ്മൾ നൽകണം. നമ്മുടെ പള്ളിയിൽ അതിനുള്ള സംവിധാനം ഉണ്ട്. അതിവിടെ എത്തിയാൽ അത് ഫഖീറിലേക്ക് പോകും, മിസ്കീനിലേക്ക് പോകും, കടബാധ്യതയിലേക്ക് പോകും, ഇവരിലേക്കൊക്കെ പോകും. 8 വിഭാഗം ആളുകളിലേക്ക് ഇത് പോകും. അപ്പോ ഈ കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഈ വിശുദ്ധ റമദാനിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ അവസാനത്തെ 10-ലാണുള്ളത്. റമദാൻ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനത്തെ 10 സജീവമാകാനുള്ള 10ആണ്, നിർജീവമാകാനുള്ള 10 അല്ല. 7 സൊഫ് 6 സൊഫ് തറാവീഹിനുള്ളിടത്തുനിന്ന് 2 സൊഫ് 2.5 സൊഫിലേക്ക് ചുരുങ്ങുമ്പോ ബാക്കിയുള്ള 3.5 സൊഫിൽ നിന്ന് ആരാണ് പിൻവാങ്ങിയത്? ഞാനല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. അല്ല, ബാക്കിയുള്ളവരല്ല, ഞാനല്ല, ഞാൻ പിൻവാങ്ങിയിട്ടില്ല. ഞാൻ ഒന്നാമത്തെ ദിവസത്തെ ആവേശം എത്രയാണ്, അതേ ആവേശം എനിക്കുണ്ട്. ഞാനല്ല, വേറെ ആരും ആയിക്കോട്ടെ, ഞാനല്ല, അത് നമ്മൾ ഉറപ്പിക്കണം. അതാ ഉറപ്പിക്കണ്ടേ, ഞാനല്ല എന്നുള്ളതാ ഉറപ്പിക്കണ്ടേ. അല്ലാഹുവിന്റെ റസൂല് യജ്തഹിദു ഫിൽ അശരിൽ അവാഖിരി മിൻ റമളാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹാ. റമളാനിലെ അവസാനത്തെ 10-ലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ കഠിനാധ്വാനം ചെയ്തിരുന്നത്. കഠിനാധ്വാനം. ഒന്ന്, പ്രവാചകൻ അഹ്യൽ ലൈല, രാത്രിയെ ജീവിപ്പിച്ചു. വഅയ്ഖല അഹ്ലഹു, കുടുംബത്തെ വിളിച്ചുണർത്തി. വശദ്ദ മിസ്റഹു, തുണി മുറുക്കിയെടുത്തു. ഭാര്യമാരുടെ അടുത്തൊന്നും പോയില്ല. 10 ദിവസം സജീവമായി. അല്ലാഹുവിന്റെ റസൂല് പൂർണ്ണമായി ഇഅ്തികാഫിലായിരുന്നു അവസാനത്തെ 10 എന്നാണ്. അസറിന് ശേഷം മഗ്രിബിന്റെ തൊട്ട് മുൻപാണ് പോയാൽ പിന്നെ അവസാനത്തെ നോമ്പ് കഴിയുന്നതോടുകൂടെ മഗ്രിബായാൽ അതുവരെ പ്രവാചകന്റെ ഇഅ്തികാഫായിരുന്നു. കാന യഅ്തഖിഫു ഫിൽ അശരിൽ അവാഖിരി മിൻ റമളാൻ ഹത്താ തവഫാഹു, മരണപ്പെടുന്നതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിവസങ്ങൾ ഇഅ്തികാഫിരുന്നു. ثم اعتكف ازواجه من بعده, പിന്നെ പ്രവാചകന്റെ മരണശേഷം ഭാര്യമാരും ഇഅ്തികാഫിരുന്നിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് ഇഅ്തികാഫ് പൂർണ്ണമായി അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ ഇഅ്തികാഫിനൊരു നിയ്യത്ത് വെച്ച് ഒരാള്, ഞാൻ ഒരു രാത്രി ഇഅ്തികാഫിരിക്കുകയാണ്, നിയ്യത്ത് വേണം, വെറുതെ പള്ളി കയറല്ല. ഒരു രാത്രി ഞാൻ അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുകയാണ്. ആ നിയ്യത്ത് നമ്മൾ വെച്ചാൽ അവിടെ ഷർത്തും വേണം. എന്ത്? ഇനി ഭൗതികമായ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടൂല. നമ്മളിങ്ങനെ മൊബൈൽ തുറന്നു വെച്ചിട്ട് ഇടക്ക് കടയിൽ നിന്ന് ഒരു ഫോൺ വരിക, അതിന് മറുപടി കൊടുക്കുക, ഇടക്ക് വാട്സപ്പ് മെസ്സേജുകളൊക്കെ നോക്കും. ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇഅ്തികാഫിൽ കയറിയാൽ പിന്നെ ചെയ്യാൻ പറ്റൂല. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ മസ്ജിദിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ചടഞ്ഞിരിക്കുന്നതാണ് ഇഅ്തികാഫ്. അത് ഒരാള് ഒരു രാത്രി, അല്ലെങ്കിൽ ഒരു പകൽ, അല്ലെങ്കിൽ 2 ദിവസം, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഞാൻ ളുഹ്ർ മുതൽ മഗ്രിബ് വരെ, അല്ലെങ്കിൽ ളുഹ്ർ മുതൽ അസ്ർ വരെ, ഇങ്ങനെ ഒരാൾക്ക് നിയ്യത്താക്കാം. പക്ഷെ നമുക്ക് ആ ഒരു നിയ്യത്ത് വേണം. ആ സമയം എന്തിനുള്ളതാ? പ്രാർത്ഥിക്കാനുള്ളതാണ്. ആ സമയം എന്തിനുള്ളതാ? ആരാധനകൾക്കുള്ളതാണ്. ആ സമയം ഖുർആൻ പാരായണത്തിനുള്ളതാണ്. ആ സമയം പ്രാർത്ഥനക്കുള്ളതാണ്. അപ്പൊ ഈ അവസാനത്തെ 10-ൽ കുറച്ച് സമയമെങ്കിലും, കുറച്ച് മണിക്കൂറെങ്കിലും ഈ വിഷയത്തിൽ ശ്രദ്ധയുള്ള ആളുകളാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ 10 ദിവസം കഴിഞ്ഞ പിന്നെ ഫുള്ള് തിരക്കേയിരിക്കും നമുക്ക്. പക്ഷേ ഒന്നൊഴിഞ്ഞിരുന്നാലേ നമ്മുടെ കണ്ണ് നിറയുള്ളൂ. ഒന്നൊഴിഞ്ഞിരുന്നാൽ, ഒരു അസറിന് ശേഷം എല്ലാവരും പള്ളിയിൽ നിന്ന് പോയി, നമ്മൾ കുറച്ചു നേരം പള്ളിയിൽ ഇരുന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തിൽ ആരും ഇല്ലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ ഉള്ളൂ, ഒന്ന് കൈ ഉയർത്തി പടച്ചോനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നനയും. പക്ഷെ അതിനൊന്ന് ഒഴിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലൈലത്തുൽ ഖദർ
നിർണയത്തിന്റെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ പൂർണ്ണമായി അവതരിപ്പിച്ച ആ നിർണയത്തിന്റെ രാത്രി അവസാനത്തെ പത്തിലാണ്. അത് ഖുർആനിലെ ഒരു സൂറത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ പുണ്യമേറിയ ഒരു രാത്രിയാണത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ജിബ്രീലും മാലാഖമാരും മനുഷ്യരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് സമാധാനം പറയുന്ന, പ്രഭാതം വരെ സമാധാനം മുറ്റി നിൽക്കുന്ന ഒരു രാത്രിയാണ്. 83 വർഷവും 4 മാസവും ഒരു മനുഷ്യൻ ഓരോ ശ്വാസത്തിലും ഇബാദത്തുകൾ എടുക്കുന്നത് പോലെയുള്ള പുണ്യം അതിലുണ്ടാകും. അപ്പൊ റമദാനിലെ ഇന്ന് 21ാം രാവാണ്. ഇന്ന് തറാവീഹ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമുക്ക് ആ ബോധം വേണം. അതാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാണ്ട്. ഇന്ന് എന്നും നിൽക്കുന്നത് പോലെയല്ല. പടച്ചോനെ, ഇന്ന് 21ാം രാവാണ്. ഇന്നത്തെ തറാവീഹ് റസൂൽ പറഞ്ഞല്ലോ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ. ലൈലത്തുൽ ഖദ്റിന്റെ ആ രാത്രിയിൽ ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി, അതാണ് ആ വിചാരം. അല്ലാഹുവേ, ഇന്ന് 21ാം രാവാണ്, അവസാനത്തെ 10ലെ കൂടുതൽ സാധ്യതയുള്ള ഒറ്റയിട്ട രാവാണ്. അങ്ങനെ വിചാരിച്ച് ആ മനുഷ്യൻ ആ രാത്രി നമസ്കാരം നമസ്കരിച്ചാൽ ആ മനുഷ്യന്റെ മുൻകഴിഞ്ഞ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. അപ്പൊ ഇന്ന് മുതൽ നമുക്ക് ആ ഒരു നിയ്യത്ത് വേണം. മഗ്രിബ് കഴിഞ്ഞ ഒരു പുതിയ ദിവസം തുടങ്ങണം. മഗ്രിബ് കഴിഞ്ഞാൽ ഏതുവരെ? സുബഹി വരെ. അതാണ് ആ രാത്രിയുടെ സമയം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ സജീവമാകണം. അവസാനത്തെ 10ൽ നമ്മൾ പള്ളിയിൽ സജീവമാകണം. ഇഅ്തികാഫ് ഇരിക്കുന്നത് വീട്ടിലല്ല, പള്ളിയിലാണ്. ജുമഅയോ ജമാഅത്തോ നടക്കുന്ന പള്ളിയായാലും മതി. അവിടെ നമുക്ക് ഇഅ്തികാഫ് ഇരിക്കാം, കുറച്ചേരം ഒഴിഞ്ഞിരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഞാനൊരു ദുഹർ മുതൽ ഒരു അസർ വരെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അസർ മുതൽ ഇത്ര സമയം വരെ. അത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അത്ര സമയം നമ്മൾ ഇരിക്കണം. നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ അത്ര സമയം നമ്മൾ ഇരിക്കണം. കുറച്ചേരം ഫോണും എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് ഓഫാക്കേണ്ടി വരും. കുറച്ചേരം ആളുകൾക്ക് വിളിച്ചാൽ കിട്ടൂല, ഒന്നും സംഭവിക്കാല്ല. വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുള്ളത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. അപ്പൊ ഒന്ന് കുറച്ച് സമയം ഈ അവസാനത്തെ 10ൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ, റമദാനിലെ അവസാനത്തെ 10ൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ആ രാവിൽ ഞങ്ങൾ എന്താണ് പ്രവാചകരെ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, അല്ലാഹുവേ, നീയാണല്ലോ ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്കെല്ലാം മാപ്പ് നൽകുന്നത്. അല്ലാഹുവേ, നീയാണല്ലോ ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നത്. തുഹിബ്ബുൽ അഫ്വ, മനുഷ്യർക്ക് മാപ്പ് നൽകുക എന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഫഅഫു അന്നി, അല്ലാഹുവേ, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ റബ്ബേ എന്ന അല്ലാഹുവിനോട് നമ്മൾ വളരെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങൾ നാം കൊടുക്കേണ്ട സാമ്പത്തികമായ ബാധ്യതയും ഇടപാടും സക്കാത്ത് നമ്മൾ കൊടുത്ത് അവസാനിപ്പിക്കണം. കാരണം ഇനി അടുത്ത വർഷമേ ഉള്ളൂ, തീർക്കണം. നമ്മൾ ഒരു കൊല്ലം കൃത്യമാവുമ്പോൾ കൊടുക്കണം. ഈ വർഷം എന്നാണ് കൊടുത്തത്, അതിന് മുൻപ് അടുത്ത വർഷം വന്നാൽ അതിന് മുൻപ് നമ്മൾ കൊടുക്കണം. ശ്രദ്ധിക്കണം. അവസാനത്തെ 10ൽ നാം സജീവമാകണം. അള്ളാഹുവിന് വേണ്ടി ആരാധനകളിൽ നാം മുഴുകണം. അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.